ഈ ബിഗ് സ്ലാബ് ടൈലിട്ട് കഴിഞ്ഞാൽ വേസ്റ്റേജ് കൂടുമെന്ന് പറയുന്നത് സത്യമാണോ? എന്ന് ആര് പറഞ്ഞു? നമസ്കാരം. പലപ്പോഴും ടൈൽ എടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ടാവാറുള്ള ഏറ്റവും വലിയൊരു വറിയാണ് വേസ്റ്റേജ് കൂടുമോ എന്നുള്ളത്. വേസ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു മുറിക്ക് ഈ 150 സ്ക്വയർ ഫീറ്റ് അതിന്റെ നീളത്തിനും വീതിക്കും അനുസരിച്ചിട്ട് 4ന്റെയും 2ന്റെയും മൾട്ടിപ്പിൾ ആവണം നിർബന്ധമില്ല. ടൈല് നമ്മൾ അങ്ങനെ വിരിക്കുമ്പോൾ നമുക്ക് ഫുൾ പീസുകൾ കൂടാതെ കുറെ കട്ടിംഗ് പീസുകൾ വരും അല്ലെ. ഇതാണ് നമ്മുടെ വേസ്റ്റേജ് എന്ന് പറയുന്നത്. ഫ്ലോറിനും നമ്മുടെ ബെഡ്റൂമിനും ഹാളിനും എല്ലാം ഒറ്റ ടൈൽ എടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ വേസ്റ്റേജ് കുറയും. പല ടൈലാണ് നമ്മൾ പല റൂമിലേക്ക് എടുക്കുന്നതെങ്കിൽ ഒരു റൂമിൽ കട്ട് ചെയ്യുന്ന പീസ് നമുക്ക് ഒരിടത്ത് ഉപയോഗിക്കാൻ കഴിയാതെ വരും. ഗ്രൗണ്ട് ഫ്ലോറിന് ഒരു ടൈലും ഫസ്റ്റ് ഫ്ലോറിന് ഒരു ടൈലും, അതിൽ കൂടുതൽ സ്പ്ലിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി രണ്ടാമത് നമ്മൾ വലിയ ലാർജ് ഫോർമാറ്റ് ടൈൽസ് എടുത്ത് ചെറിയ ഏരിയകളിൽ ഇടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ, നമ്മൾ എടുക്കുന്ന ടൈൽസിന്റെ മൾട്ടിപ്പിൾ ആണ് റൂം സൈസ് എങ്കിൽ 8x4 ടൈൽ ഇട്ടാലും ചിലപ്പോൾ വേസ്റ്റേജ് ഉണ്ടാവില്ല. അങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. 8160 ഇട്ടിട്ട് വേസ്റ്റേജ് വരുന്നില്ല, പക്ഷെ 4x2 ഇടുമ്പോൾ വേസ്റ്റേജ് വരുന്നുണ്ട്. നമ്മൾ ഒരു 4x2 അല്ലെങ്കിൽ ഒരു 8160 അല്ലെങ്കിൽ മാക്സിമം ഒരു 6x4 മാത്രമേ നമ്മൾ ബെഡ്റൂമിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും ഒരു സൈസോ 2 സൈസോ ചെറുത് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി മൂന്നാമത്, ഒരേ പെർട്ടിക്കുലർ ഡിസൈൻ തന്നെ പല സൈസസിൽ അവൈലബിൾ ആയിട്ടുള്ള കമ്പനികളുടെ പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യണം. എന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് കജാരിയുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കാശ്മീർ മാർബിൾ എന്ന് പറയുന്ന ടൈലാണ്. ഈ ടൈല് നമുക്ക് 6x4 അവൈലബിൾ ആണ്, 80x160 അവൈലബിൾ ആണ്, 4x2 അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കജാരിയുടെ തന്നെ ജെനസിസ് മാർഫിൽ എന്ന് പറയുന്ന ടൈലാണ്. 6x4 8160 അവൈലബിൾ ആണ്. സോ നമുക്ക് ലാർജ് ഫോർമാറ്റ് 6x4 നമുക്ക് ഹാളിൽ ഇടാം, 8160 നമുക്ക് ബെഡ്റൂമിൽ ഇടാം. അങ്ങനെയുള്ള മോഡൽസ് പെർട്ടിക്കുലർലി നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു വേസ്റ്റേജ് കുറച്ചുകൂടി നമുക്ക് കുറയ്ക്കാം. പക്ഷേ വേസ്റ്റേജ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ടൈൽ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഫസ്റ്റ് സംഗതി. അങ്ങനെ മൾട്ടിപ്പിൾ സൈസസിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻ നോക്കി എടുത്താൽ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് മാത്രം.